രാഹുലിന് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമായിരുന്നു. അവർ കല്യാണവും കുടുംബവും പ്ലാൻ ചെയ്തു. പിന്നീട് ദൗർഭാഗ്യവശാൽ ബ്രേക്കപ്പ് ആയി. അവരുടെ ജീവിതത്തിലെ ആയിരക്കണക്കിന് കോൺവെർസേഷനിലെ 2 കോൺവെർസേഷൻ എടുത്ത് അതിന്റെ മേലിൽ ഡയലോഗ് അടിക്കുന്നതിന് എന്ത് അർത്ഥമാ ഉള്ളത് സാർ? അവർക്ക് ഇഷ്ടമായിരുന്നു. താങ്കളും ഞാനും ഒന്നും ബ്രേക്കപ്പ് കണ്ടിട്ടില്ലേ? ഞാനും താങ്കളും ഇവിടെ ഇരിക്കുന്ന ആർക്കും പ്രണയവും പ്രണയ തകർച്ചയും കുടുംബ തകർച്ചയും സെപ്പറേഷനും ഡിവോഴ്സും ഒന്നും കണ്ടിട്ടില്ലേ? അവരുടെ ജീവിതത്തിലെ ശങ്കരാടി പറയുന്ന 35 വർഷം മുമ്പുള്ള സന്ദേശത്തിന്റെ അതേ ഡയലോഗ് ഒറ്റ വരി പറഞ്ഞു തീർക്കാം. INSPയിൽ കഴിവുള്ള 2 പേര് അല്ലെങ്കിൽ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്, ഷാഫിയും രാഹുലും. അവരെ ജനങ്ങൾക്ക് വലിയ മതിപ്പാണ്. ഏതെങ്കിലും രീതിയിൽ പെണ്ണ് കേസിൽ പെടുത്തി ഗർഭക്കേസിൽ പെടുത്തി അവരെ ഇല്ലാതാക്കണം. മനുഷ്യർക്കിടയിൽ പ്രണയം ഉണ്ടാവും, പ്രണയ തകർച്ച ഉണ്ടാവും. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ്, അത് നമ്മൾ മാനിക്കണമെന്ന്. ഈ ചോദ്യത്തിന് എന്താ ഉത്തരം പറയാത്തത്? എനിക്കും അവർക്കും ഇടയിൽ പ്രണയമുണ്ടായിരുന്നു. എനിക്കും അവർക്കും ഇടയിൽ പ്രധാനമായ കാര്യം, ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല, ഭരണഘടനാവിരുദ്ധമായി ചെയ്തിട്ടില്ല. ഞങ്ങൾ ബ്രേക്കപ്പ് ആയി, ശരിയായി, ഞങ്ങൾക്കിടയിൽ ആ കുട്ടി കാര്യമായിരുന്നു. എന്നെന്താ പറയാത്തത്? ഇതാ ഈ ആൺകൂട്ടം, ഈ ആൺകൂട്ടം, ഇയാളുടെ പിന്തുണക്കാരായ ആൺകൂട്ടം അവരെ കൊത്തി വരികയാണ്. അഭിസാരികമായി ഇയാൾ വ്യക്തത വരുത്താത്തത് കൊണ്ട്, രാഹുലെ, ഇയാൾ വ്യക്തത വരുത്താത്തത് കൊണ്ട് ഈ ആൺകൂട്ടം, ഇയാളുടെ പിന്തുണക്കാരായ കൂട്ടം അഭിസാരിക എന്ന് വിളിച്ച് ആ സ്ത്രീ അധിക്ഷേപിക്കുകയാണ്. സ്ക്രീൻഷോട്ട് തരാം, 100 സ്ക്രീൻഷോട്ട് തരാം. ഒരാളൊന്നുമല്ല, ഇയാൾ ഈ മാന്യദേഹം വ്യക്തത വരുത്താത്തത് കൊണ്ട്, ഈ മാന്യദേഹം എന്താ ഈ മാന്യദേഹം അഡ്മിറ്റ് ചെയ്യാത്ത? രാഹുലെ, എന്റെ പ്രണയമായിരുന്നു, എന്റെ ശബ്ദമാണ്, എന്നെ അഡ്മിറ്റ് ചെയ്യാത്ത എന്താ ചെയ്യാത്തത്?